പ്രിയപ്പെട്ടവരെ, S4ന്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് S4ലെ ആദ്യത്തെ മോഡലായ മോഡേൺ ഫിസിക്സ് ആണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിലബസ് ഒന്ന് വ്യക്തമായിട്ട് നോക്കാം. നിങ്ങൾക്ക് മെയിനായിട്ട് 4 മൊഡ്യൂളാണ് ഉള്ളത്. ആദ്യത്തേന്ന് പറയുന്നത് മോഡേൺ ഫിസിക്സും, രണ്ടാമത്തത് ക്വാണ്ടം മെക്കാനിക്സും, മൂന്നാമത്തത് ഇലക്ട്രോണിക്സും, നാലാമത്തത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. 4 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ഇതിനകത്ത് ആദ്യത്തെ മൊഡ്യൂൾസായ മോഡേൺ ഫിസിക്സിനകത്ത് നമ്മൾ ആറ്റം മോഡലുകളെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും ആദ്യം പഠിക്കുന്നത് ബോർ ആറ്റം മോഡലിനെ കുറിച്ചാണ്. പിന്നെ ഒരു രണ്ടാം പോർഷനിൽ ഒന്ന് റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിൾസിനെ പറ്റിയൊക്കെ നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഫിസിക്സിൽ തന്നെ വലിയൊരു പോർഷൻ അല്ലെങ്കിൽ വലിയൊരു പാർട്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ നോക്കുന്നത് ഇലക്ട്രോണിക്സ് ആണ് മൂന്നാമത്തെ മൊഡ്യൂൾ. അതിനകത്ത് നമ്മൾ ഡയോഡുകളെ പറ്റി, ആംപ്ലിഫയറിനെ പറ്റി, ട്രാൻസിസ്റ്ററിനെ പറ്റിയൊക്കെ നോക്കുന്നുണ്ട്. നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അങ്ങനെ മൊത്തത്തിൽ 4 മൊഡ്യൂളുണ്ട്. നമ്മൾ ഇന്ന് ആദ്യത്തെ മൊഡ്യൂളായ മോഡേൺ ഫിസിക്സിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബോർ ആറ്റം മോഡലിനെ പറ്റിയാണ് നോക്കുന്നത്. ബോർ ആറ്റം മോഡലിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അതിനു മുമ്പ് ഉണ്ടായ കുറച്ച് ആറ്റം മോഡൽസ് ഉണ്ട്. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം വരുന്നത് ജോൺ ഡാൾട്ടന്റെ ആറ്റം മോഡലാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ആറ്റം എന്ന പദം കൊണ്ടുവരുന്നതും അതുകണക്ക് തന്നെ ആറ്റത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നതും ജോൺ ഡാൾട്ടൻ ആണ്. അദ്ദേഹമാണ് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റമാണെന്ന് പറഞ്ഞത്. എന്നാൽ പിൽക്കാലത്ത് ആറ്റത്തിനേക്കാൾ ചെറിയ ഇലക്ട്രോൺസും ന്യൂട്രോൺസും പ്രോട്ടോൺസും ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ജോൺ ഡാൾട്ടന്റെ ആറ്റം മോഡൽ എന്താ ചെയ്തു, തള്ളിപ്പോവുകയുണ്ടായി. പിന്നെ വരുന്ന ആറ്റം മോഡലാണ് ജെ തോമസിന്റെ ആറ്റം മോഡൽ. അദ്ദേഹം ഒരു വാട്ടർ മെലൂണിന്റെ ഒരു രീതിയിൽ, ഒരു ഷേപ്പിൽ ഒരു ആറ്റം മോഡൽ കൊണ്ടുവരികയുണ്ടായി. അതിനകത്തുള്ള സീഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണെന്നതും ബാക്കി പോർഷൻസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണെന്ന രീതിക്ക് കൊണ്ടുവരികയുണ്ടായി. പക്ഷെ അതും അക്സെപ്റ്റ് ചെയ്യില്ല, അതും തള്ളിപ്പോവുകയുണ്ടായി. പിന്നെ വരുന്ന മൂന്നാമത്തെയാണ് റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഇതൊരു ഇമ്പോർട്ടന്റ് ആറ്റം മോഡൽ തന്നെയായിരുന്നു. ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ റുദർഫോർഡിന് കൊണ്ടുവരാൻ പറ്റുകയുണ്ടായി. അദ്ദേഹമാണ് ന്യൂക്ലിയസ് എന്ന കാര്യം, അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ന്യൂക്ലിയസിനെ പറ്റി ആദ്യമായി പറയുന്നത് ആരാണ്? റുദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ ഏറ്റവും സെൻട്രലായി കാണപ്പെടുന്നതും അതിനൊക്കെ തന്നെ പോസിറ്റീവ് ചാർജ് എല്ലാ ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നതെന്നും അതിനൊക്കെ തന്നെ ആറ്റത്തിന്റെ ഒരു 99% മാസ് ന്യൂക്ലിയസിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞത് ആരാണ്? റുദർഫോർഡ് ആണ്. റുദർഫോർഡത്തിന്റെ ആറ്റം മോഡലത്തിന് നമ്മളൊരു പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്ന പോലെയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നത്. അതുകൊണ്ട് അതിനെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നും അറിയപ്പെടുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് മാത്രം ഒന്നും പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് അതും തള്ളിപ്പോവുകയുണ്ടായി. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ റുദർഫോർഡിന്റെ ശിഷ്യൻ കൂടിയായിരുന്ന നീൽസ് ബോർ 1913 ബോർ ആറ്റം മോഡൽ കൊണ്ടുവരുന്നു. അദ്ദേഹം റുദർഫോർഡിനെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നീൽസ് ബോർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അദ്ദേഹത്തിന് മെയിനായിട്ട് 2 പോസ്റ്റുലേറ്റ്സ് ആണ് ഉള്ളത്. ആദ്യത്തെ പോസ്റ്റുലേറ്റ്സ്, ഈ നമ്മളിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്ന 2 പോസ്റ്റുലേറ്റ്സിനെ കൂടാതെ ആദ്യത്തെ റുദർഫോർഡ് കൊണ്ടുവന്ന ആദ്യത്തെ പോസ്റ്റുലേറ്റ് ആര്? നീൽസ് ബോറും പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ ആ ഒരു പോയിന്റ് കൂടെ ഒന്ന് ആഡാക്കാൻ നോക്കണം കേട്ടോ. ഈ ഒരു PDF-നകത്ത് ആ ഒരു പോയിന്റ് ഇല്ല. അതായത് ന്യൂക്ലിയസ് ആണ് ആറ്റത്തിന്റെ സെൻട്രലിൽ ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ മാസും പോസിറ്റീവ് ചാർജ് അവിടെയാണ് കാണപ്പെടുന്നതെന്നും അതിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് കറങ്ങുന്നതെന്നും നീൽസ് ബോറും പറയുകയുണ്ടായി. പക്ഷേ നീൽസ് ബോർ കൊണ്ടുവന്ന ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ ഓർബിറ്റ്സ് അല്ല കറങ്ങുന്നത്. അതായത് ഒരു സർക്കുലർ ഓർബിറ്റിലാണ് കറങ്ങുന്നത് എന്ന് റുദർഫോർഡ് പറയുകയുണ്ടായി. പക്ഷേ എല്ലാ സർക്കുലർ ഓർബിറ്റിലും കറങ്ങാൻ പറ്റത്തില്ല. ഇത് കറങ്ങുന്ന ആ ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന് അതിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കണം? h/2π ആയിരിക്കണം. അപ്പൊ നമ്മൾ ആംഗുലാർ മൊമെന്റം എന്താണെന്ന് അറിയാലോ. മൊമെന്റം എന്താണ്? ഒരു മോഷനിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന് ഉണ്ടാവുന്നതാണ് മൊമെന്റം എന്ന് പറയുന്നത്. എ മൂവിംഗ് ഒബ്ജക്റ്റ് ഹാവ് മൊമെന്റം. വാട്ട് യു മീൻ ബൈ ആംഗുലാർ മൊമെന്റം? എ മൂവിംഗ് ഒബ്ജക്റ്റ് ഇൻ എ റൊട്ടേഷൻ, അല്ലെങ്കിൽ റൊട്ടേഷനിലുള്ള ഒരു പാർട്ടിക്കിളിന് ഉണ്ടാവുന്നതാണ് എന്തോ ആംഗുലാർ മൊമെന്റം. അതായത് ഈ ഒരു ഇലക്ട്രോൺ ആ ഒരു ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ അതിന് എന്താണ്? ഒരു ആംഗുലാർ മൊമെന്റം ഉണ്ടാവും. ആ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് h/2π എന്നതിന് ഇന്റഗ്രൽ മൾട്ടിപ്ലൈ ആയിരിക്കണം. അതായത് h/2π അല്ലെങ്കിൽ 2h/2π അല്ലെങ്കിൽ 3h/2π. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ആ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ രീതിക്ക് വന്നാൽ മാത്രമേ അതെന്താവത്തുള്ളൂ? ഓർബിറ്റ് ആവത്തുള്ളൂ. അങ്ങനെ ആ ഒരു പോസ്റ്റുലേറ്റ് കൊണ്ടുവരുന്നത് ആരാണ്? നീൽസ് ബോർ ആയിരിക്കും. അതായത് എന്താണ് മക്കളെ, ഒന്നുകൂടെ പറയാൻ, ഞാൻ ഒരു ആറ്റത്തിന് ചുറ്റും കറങ്ങുന്ന ആ ഒരു ഇലക്ട്രോൺസിന്റെ
ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കാം. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ മറക്കരുത്, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ആവശ്യമായിട്ട് വരും. പ്ലാങ്ക് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് h = 6.626 into 10⁻⁻34 ആണ്. ഇനി ഈ ഇലക്ട്രോൺസ് കറങ്ങുന്ന ഓർബിറ്റിൽ നമ്മൾ പറയുന്നത് എന്താണ്? സ്റ്റേഷനറി ഓർബിറ്റ്സ് ആണ്. അതിന് കാരണം എന്തുവാ? ഇവർ ഈ ഇലക്ട്രോൺസ് ആ ഒരു ന്യൂക്ലിയസിന് ചുറ്റി കറങ്ങുന്ന സമയത്ത് ഒരു തരത്തിലുള്ള എനർജി എമിറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അതിനെ സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ കാണുന്നത് L = mvr. L എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം ആണ്, ആംഗുലാർ മൊമെന്റം ആണ്. L = mvr. ഇനി v = എന്താണ് മക്കളെ? r ഒമേഗയാണ്. എന്താണ്? v = r ഒമേഗയാണ്. അതായത് ലീനിയർ മോഷനിലുള്ള പാർട്ടിക്കിളിന് ആംഗുലാർ മോഷനിൽ വരുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് r ഒമേഗയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു v = ഇവിടുത്തെ v എന്താണ്? ഇവിടെ r ഒമേഗ ആയി മാറും കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു L = mr² ഒമേഗ. ദാറ്റ് ഈസ് ഈക്വൽ ടു nh/2π. അപ്പൊ L = mvr. അപ്പൊ നമ്മൾ mvr = nh/2π നമ്മൾ മറക്കരുത്. അത് നമുക്ക് അടുത്ത ഒരു പ്രൂഫ് ചെയ്യുമ്പോൾ അത് വളരെ അത്യാവശ്യമാണ്. അതായത് mvr = nh/2π. ഓക്കെ, അതൊന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചാക്കണം. mvr = nh/2π. ഇനി അടുത്തത് രണ്ടാമത്തെ പോസ്റ്റുലേഷൻ എന്ന് പറയുന്നത്, ഇനി ഒരു ആറ്റം എപ്പോഴാണ് എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്? when an electron jumps from one stationary states to another stationary states. അതായത് ഒരു സ്റ്റേഷനറി സ്റ്റേറ്റ്സിൽ നിന്നും മറ്റൊരു സ്റ്റേഷനറി സ്റ്റേറ്റ്സിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊരു ഓർബിറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ ചാടുമ്പോഴാണ് അവരെന്തോ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ മറക്കരുത്. അത് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ ബോർ ആറ്റത്തിന്റെ പോസ്റ്റുലേറ്റ്സ് എക്സാമിന് ചോദിച്ചാൽ ഈ 3 കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു. റൂദർഫോർഡിന്റെ മോഡലിൽ ഒരു പോസ്റ്റുലേറ്റ്സ് പറയുന്നത്, അതുകൂടെ ചേർത്ത് ഈ ഒരു 3 പോയിന്റ് നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അതായത് ഈ ഐ, അതായത് ഇനിഷ്യൽ ഓർബിറ്റ്, അതാണ് ഐ കൊണ്ട് ഉപയോഗിക്കുന്നത്. ഈ ഐയിൽ നിന്ന് ഈ എഫിലേക്ക് ഒരു ഇലക്ട്രോൺ ചാടുന്നെന്ന് വെച്ചോ. അപ്പോൾ അതിനുണ്ടാവുന്ന ഫ്രീക്വൻസിയാണ് ന്യൂ = EI - EF/h എന്ന് പറയുന്നത്. അതായത് ന്യൂ = EI - EF/h എന്ന് പറയുന്നത്. എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് hν ആണ്. അത് നമ്മൾ ഓർത്തിരിക്കണം. ΔE = hν. അത് നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യമാണ്. ΔE = hν. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ന്യൂ = എന്ന് എഴുതാം. ന്യൂ = EI - EF/h. അതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റിൽ വരുന്ന ഇക്വേഷൻ. ആ ഇക്വേഷൻ നമ്മൾ എക്സാമിന് എഴുതി തന്നെ വേണം, അത് വിട്ടുപോകരുത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ബോർ ഫോർമുലയാണ്. അപ്പം ഇനി അടുത്തത് ബോർ ഫോർമുലയെ പറ്റി നോക്കാം നമുക്ക്. അപ്പം ഇദ്ദേഹത്തിന് 2 പോസ്റ്റുലേറ്റ്സിനെ ബേസ്ഡ് ആയിട്ട് ബോർ 2 ഫോർമുല, അതായത് അതിൽ കറങ്ങുന്ന ആ ഒരു ഓർബിറ്റിന്റെ റേഡിയസിന്റെ ഒരു ഫോർമുല കണ്ടുപിടിച്ച്, പിന്നെ ആ ഒരു ഇലക്ട്രോണിന്റെ ടോട്ടൽ എനർജിക്ക് ഒരു ഫോർമുല കണ്ടുപിടിച്ച്, അങ്ങനെ 2 ഫോർമുല ബോർ ഡെറിവ് ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഡെറിവേഷൻ ആയിട്ട് തന്നെ ചോദിക്കും. അപ്പൊ നമ്മളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അത് എക്സാമിന് നോക്കിയിട്ടേ പോകുള്ളൂ. അത് എക്സാമിന് എന്തായാലും വരികയും ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യത്തെ നോക്കാൻ പോണത് റേഡിയോ ഓഫ് ദ സ്റ്റേഷനറി ഓർബിറ്റ് ആണ് മക്കളെ. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഒരു ആറ്റം കൺസിഡർ ചെയ്യുന്നു. ഇതാണ് ആറ്റം. നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് ആറ്റം എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പം ആറ്റത്തിന്റെ ചാർജ്, ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് Z ആണ്. ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാകത്തില്ല. നമ്മൾ ഈ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് Z ആണ്. ആറ്റം എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും, കാരണം അതിന്റെ ഇലക്ട്രോൺസും പ്രോട്ടോൺസും സെയിം ആയിരിക്കും. അതിനൊക്കെ അതിന്റെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആണ്. അപ്പൊ അതിന്റെ പോസിറ്റീവ് ചാർജിന് എപ്പോഴാണ്, ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ Z ആണ്. അതിനൊക്കെ അതിന്റെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M. നമ്മൾ ഹൈഡ്രജൻ ആണ് ഇവിടെ എടുക്കുന്നതെങ്കിൽ ഹൈഡ്രജന്റെ Z വാല്യൂ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ്, അതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട് അതേ എണ്ണം എന്തായിരിക്കും പോസിറ്റീവ് ചാർജ് കാണും. അതായത് ഹൈഡ്രജനിൽ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ Z = എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് 1 ആയിരിക്കും. അപ്പോൾ Z = 1 ആയിരിക്കാം. ഇനി ആ ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ സ്മാൾ r ആയിട്ട് എടുക്കുകയാണ്. അതിനൊക്കെ തന്നെ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? E ആണ്. ഇനി നമ്മൾ ആറ്റത്തിന്റെ മാസ് എന്തായാലും ഇലക്ട്രോണിന്റെ മാസിനേക്കാളും വളരെ വളരെ വലുതായിരിക്കും. അതായത് M > m, ക്യാപിറ്റൽ M വെരി സ്മാൾ m. ഓക്കെ, ഇനി ഈ ആ ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണും നടുക്കിരിക്കുന്ന ന്യൂക്ലിയസ് തമ്മിൽ ഒരു അട്രാക്ഷൻ കാണും, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതായത് 2 ചാർജിലുള്ള പാർട്ടിക്കിൾ തമ്മിൽ എപ്പോഴും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണും. ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവിടെയുണ്ട്. അത് നമുക്ക് അറിയാം, കുളോംസ് ലാ വെച്ചാണ് അറിയുന്നത്. കുളോംസ് ലാ എന്ന് പറയുന്നത്
എഫ് ഈസിക്കൽ ടു 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇവിടെ Q1 എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഇസഡ് ആണ്. അതുകണക്ക് തന്നെ Q2 എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് -E ആണ്. അതായത് അപ്പൊ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെ വരും മക്കളെ? ഇക്വേഷൻ ഈസിക്കൽ ടു 1/4πε0 ഇസഡ് ഇൻറ്റു -E ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന ഒരു ഫോഴ്സ്, അതിന്റെ ന്യൂക്ലിയസിലേക്ക് എപ്പോഴും ന്യൂക്ലിയസ് അല്ലെങ്കിൽ അതിന്റെ സെന്ററിലേക്ക് എപ്പോഴും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരും. ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? mv²/r. അതിനാണ് നമ്മൾ ഇത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, നമുക്ക് ഒരു സർക്കുലർ മോഷനിലുള്ള വസ്തുവിന് എപ്പോഴും അതിന്റെ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരും. അതിന് പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് mv²/r. r എന്ന് പറയുന്ന റേഡിയസ്, v എന്ന് പറയുന്ന വെലോസിറ്റി, m എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ദി ഇലക്ട്രോൺ. ഇനി 1/4πε0 എന്ന് ഞാൻ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ കാര്യം പറഞ്ഞില്ല. ഈ 1/4πε0 എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.85 × 10⁻⁻12 എന്ന് വരും. ε0 എന്ന് പെർമിറ്റിവിറ്റി ആണ്. അതിന്റെയൊക്കെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം. 1/4πε0 നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഒരു വാല്യൂ ഇട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയുള്ളൂ. ഇനി ഈ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. എപ്പോഴായിരിക്കും ഈ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കുന്നത്? ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സെയിം ആണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഫോഴ്സ് സെയിം ആണെങ്കിൽ എന്തായിരിക്കും? ഈ സിസ്റ്റം സ്റ്റേബിളിലായിരിക്കും. ദാറ്റ് ഈസ് mv²/r ഈസിക്കൽ ടു 1/4πε0 E²/r² എന്ന് വരുവാണെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. നമ്മൾ ആ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് ആ ഒരു സർക്കുലർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് nh/2π ആയിരിക്കണം. അതാണ് ഞാൻ നേരത്തെ ഓർമ്മിച്ച് വെക്കണം. നമുക്ക് ഡെറിവേഷനിൽ ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് mvr ഈസിക്കൽ ടു nh/2π. ഇവിടെ നമ്മൾ വിക്ക് ഒരു ഇക്വേഷൻ എഴുതുന്നു, v ഈസിക്കൽ ടു nh/2πrm. ഇനി നമ്മൾ ആദ്യമായി ഇക്വേഷൻ എഴുതിയായിരുന്നല്ലോ, ആ ഒരു ഇക്വേറ്റ് ചെയ്ത ഇക്വേഷൻ. അതിനകത്ത് നമുക്ക് v² ഒരു ഫോർമുല കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ഇപ്പം കണ്ടുപിടിച്ച വിക്ക് ഒന്ന് സ്ക്വയർ ചെയ്യുന്നു. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും സ്ക്വയർ ചെയ്യും. ദാറ്റ് ഈസ് v² ഈസിക്കൽ ടു n² h²/4π² r² m². നമ്മൾ എന്നിട്ട് ഈ v² വാല്യൂ ഏത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും? ഈ സിസ്റ്റം ഓഫ് വിൽ ബി സ്റ്റേബിൾ എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് നമുക്ക് ആറിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ഒരു ആറിനെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. ഈ ആറിനെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകണം. എന്നിട്ട് ഇവിടെ ഉള്ള 4πε0 ZE² r² കൊണ്ടുവരണം. നമ്മൾ ശരിക്കും ആറും ഈ ഒരു r² കട്ടുമായിട്ട് ഇവിടെ ഒരു ആറേ കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ആറിനെ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് mv² അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മാത്രം മതി. അങ്ങനെ നമുക്ക് ആറിന് ഒരു ഇക്വേഷൻ കിട്ടും. r ഈസിക്കൽ ടു n² h²ε0 π/ZE²m. അതായത് ഇവിടെ സിമ്പിൾ ആണ്. നമ്മൾ v² v കണ്ടുപിടിച്ചതിന് ശേഷം v²ന് ഒരു ഫോർമുല കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഫോർമുലയിലേക്ക് ഇട്ട് കൊടുക്കും. അത്രേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് റീഅറേഞ്ച് ചെയ്ത് ആറിന് ഒരു വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ ആറിന് നമുക്ക് കിട്ടി. അപ്പം n-ന് 1 2 3 4 എന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ഓരോ ഓർബിറ്റിലുള്ള എന്തിന്റെ ആറിന്റെ വാല്യൂ കിട്ടും. അതായത് ഓരോ ഓർബിറ്റിന്റെ റേഡിയസിന്റെ വാല്യൂ കിട്ടും. അപ്പൊ r എന്ന് പറയുന്നത് n² h²ε0 π/e²m എന്ന് എഴുതാൻ പറ്റും. ഇനി z ഈസിക്കൽ ടു 1 ആണെങ്കിൽ എങ്ങനെ എഴുതാം? rn ഈസിക്കൽ ടു h²ε0 π/e²m എന്ന് എഴുതാൻ പറ്റും. ഹിയർ rn എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? rn ഈസിക്കൽ ടു പ്രൊപ്പോർഷണൽ ടു n². അപ്പൊ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് ഓർബിറ്റലിന്റെ വാല്യൂ അനുസരിച്ച്, അപ്പൊ ഓർബിറ്റൽ വാല്യൂ ഫസ്റ്റ് ആണെങ്കിൽ 1 ആയിരിക്കും, സെക്കൻഡ് ആണെങ്കിൽ 4 ആയിരിക്കും. അങ്ങനെ അത് പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഓർബിറ്റൽ കൂടുന്നതിനനുസരിച്ച്, ഓർബിറ്റൽ വാല്യൂ കൂടുന്നതിനനുസരിച്ച് റേഡിയസ് കൂടിക്കൊണ്ടിരിക്കും. അതിന് റേഷ്യോ ഉണ്ട്. റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ റേഷ്യോ 1 4 9 16 25 എന്ന റേഷ്യോ വരുന്നുണ്ട്. ഇനി നമുക്ക് റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് റേഡിയസ്, ആരുടെ? ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാം. അതിനായിട്ട് നമ്മൾ ഈ rn ഇക്വേഷനിൽ n² n എന്ന് പറയുന്നത് 1 ആണ്, 1 ഇട്ട് കൊടുക്കുന്നു. പിന്നെ hന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.626 × 10⁻34 ആണ്. അതിന്റെ സ്ക്വയർ ഉൾപ്പെടെ എഴുതുന്നുണ്ട്. പിന്നെ ε0ന്റെ വാല്യൂ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8.85 × 10⁻12 ആണ്, അതും എഴുതുന്നുണ്ട്. ദാറ്റ് ഡിവൈഡഡ് ബൈ പൈയുടെ വാല്യൂ അതൊക്കെ തന്നെയാണ്. പിന്നെ e² എന്ന് പറയുമ്പോൾ ചാർജ് ഓഫ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 × 10⁻19 അതിന്റെ സ്ക്വയർ. പിന്നെ വരുന്നത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ, ദാറ്റ് ഈസ് 9.11 × 10⁻31. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹൈഡ്രജൻ ആറ്റന്റെ
ആറ്റത്തിന്റെ ആദ്യത്തെ ഓർബിറ്റിന്റെ വാല്യൂ കിട്ടും. അത് എത്രയാണ് വരുന്നത്? 0.053 നാനോമീറ്റർ. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 10⁻⁻⁹. അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആദ്യത്തെ ഓർബിറ്റിന്റെ റേഡിയസ് എത്രയെന്ന് വരും? 0.053 നാനോമീറ്റർ. ഇത് പഠിച്ചു വെച്ചാക്കണം, ഇത് എക്സാമിന് ചോദിക്കുന്ന വാല്യൂ ആണ്. ബോർ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ബോർ റേഡിയസിന്റെ വാല്യൂ എത്രയാണ്? ദിസ് ഈസ് കാൾഡ് ബോർ റേഡിയസ് ആൻഡ് ബോർ റേഡിയസ് ഈസ് ഇക്വൽ ടു R1 ഈസ് ഇക്വൽ ടു 0.053 നാനോമീറ്റർ. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹. ഇനി നമ്മളിപ്പോൾ റേഡിയസിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, ആ റേഡിയസിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. റേഡിയസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? Rn ഈസ് ഇക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ എപ്സിലോൺ 0 ബൈ പൈ e സ്ക്വയർ m സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ കാണാൻ പഠിക്കുക വേണം, കാണാൻ പഠിച്ച് വെച്ചാക്കണം. നമുക്ക് ഡെറിവ് ചെയ്യുന്ന എക്സാമിന് ഓൺവേർഡിനൊക്കെ ചോദിച്ചാൽ ഡെറിവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കാണാൻ പഠിച്ചാക്കണം. ഇതിന്റെ വാല്യൂ കഴിഞ്ഞിട്ട് ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തായാലും ചോദിക്കുന്ന കണ്ടുവരുന്ന ചോദ്യമാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ടോട്ടൽ എനർജിയാണ്. നമുക്കിപ്പം ബോർ റേഡിയസ് അതിന് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? കൈനറ്റിക് എനർജി വേണം, പൊട്ടൻഷ്യൽ എനർജി വേണം. ഈ രണ്ട് എനർജിയുടെ സം ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ എനർജി കിട്ടുന്നത്. നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ട് ഹാഫ് mv² ലിക്വിഡ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് എന്തൊക്കെയുണ്ട്? ഹാഫ് ഉണ്ട്, m ഉണ്ട്, v² ഉണ്ട്. നമ്മൾ v² ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, പിന്നെ m ഉണ്ട്. അപ്പൊ ആ v²ഉം m കൂടെ ചേർത്ത് നമുക്ക് ഹാഫ് m² വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഹാഫ് mv², ആ v² കൂടെ ഒരു ഹാഫ് m കൂടെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി കിട്ടും. നമ്മൾ v² നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതാണ് നമ്മളെ v². അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജിയായി, കൈനറ്റിക് എനർജി ഹാഫ് mv² ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അടുത്തത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. ആ ഒരു ഇലക്ട്രോണിനെ നമ്മളൊരു ഓർബിറ്റിലേക്ക്, Rn റേഡിയസ് ഉള്ള ഒരു ഓർബിറ്റിലേക്ക് കൊണ്ടുവരുന്ന വെച്ചാൽ, അല്ലെങ്കിൽ R റേഡിയസ് ഉള്ള ഒരു ഓർബിറ്റിലേക്ക് കൊണ്ടുവരുന്ന വെച്ചാൽ, അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്നും R റേഡിയസിലേക്ക് കൊണ്ടുവരിക. അതായത് അങ്ങ് ദൂരത്ത് നിന്ന് ഒരു ആറ്റത്തിന്റെ ഓർബിറ്റിലേക്ക്, എത്രയാണ് അതിന്റെ റേഡിയസ്? R എന്ന റേഡിയസ് ഉള്ള ഒരു ആറ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളൊരു പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ അതിനെ ഒരു വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് കണ്ടുപിടിച്ചാൽ, ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക. മക്കളെ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് അങ്ങ് ദൂരെ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണെ നമ്മളൊരു R റേഡിയസ് ഉള്ള ഒരു ആറ്റത്തിന്റെ ഓർബിറ്റിലേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മളൊരു വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പൊട്ടൻഷ്യൽ എനർജി. വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്ന? അതിന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഏത് ലിമിറ്റ് വെച്ച്? ഇൻഫിനിറ്റി ടു R ഇന്റഗ്രൽ z e² ബൈ 4πε0 r² dr എന്ന രീതിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഏത് ഇക്വേഷൻ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ പറ്റി നേരത്തെ നോക്കിയായിരുന്നല്ലേ? അതായത് ആ ഒരു ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. അപ്പം ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏത് ലിമിറ്റ് തൊട്ടാ? ലിമിറ്റ് ഇൻഫിനിറ്റി ടു R z e² ബൈ 4πε0 r² dr എന്ന് വരും. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് z e², ഇതൊക്കെ കോൺസ്റ്റന്റ്, z e² 4πε0, ഇത് ഇത്രയും കോൺസ്റ്റന്റ് ആണ്. ഇതിനെല്ലാം വെളിയെടുക്കും. പിന്നെ ഇന്റഗ്രൽ 1/r² dr എന്ന് മാത്രമേ വരത്തുള്ളൂ. ഇന്റഗ്രൽ 1/r² dr എന്ന് പറയുന്നത് -1/r ആണെന്ന് അറിയാം. പിന്നെ നമ്മൾ അതിനകത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യും. 1/∞ എന്ന് പറഞ്ഞാൽ 0, അത് പോകും. അപ്പം -1/r മാത്രമേ വരത്തുള്ളൂ. അതായത് ഈസ് ഈക്വൽ ടു -ze² ബൈ 4πε0 എന്ന് കിട്ടും. അപ്പം പൊട്ടൻഷ്യൽ എനർജി ആയി, കൈനറ്റിക് എനർജി ആയി. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ക്ലിയർ ആക്കി തരാം. ഇത് ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ഇത് രണ്ടുകൂടെ എന്ത് ചെയ്താൽ സമ്മ് ചെയ്താൽ മാത്രം മതി. അപ്പം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പം നമ്മളെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ze² ബൈ 8πε0 r മൈനസ് എന്ന് പറഞ്ഞത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വരുന്ന ആ ഒരു സൈൻ ആണ്. -ze² ബൈ 4πε0 r. അപ്പൊ നമ്മൾ ഇതാ ഇവിടുത്തെ ഒരു 4 കണ്ടോ? ഈ ഒരു 4നെ 8 ആക്കാനായിട്ട് നമ്മൾ എന്തിനാ അത് ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാനാണ് 4നെ 8 ആക്കുന്നത്. അപ്പൊ ഈ ഒരു ഇവിടെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ഇൻറ്റു ചെയ്യും, ഇവിടെ ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്യും. അങ്ങനെ നമുക്കത് സെയിം ഡിനോമിനേറ്റർ ആവും. അപ്പം ze² ഇത് -2 ze² കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്തോ കിട്ടും? -ze² ബൈ 8πε0 r എന്ന് കിട്ടും. അപ്പൊ അതാണ് നമ്മുടെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആറിന്റെ ഒരു വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചത് ബോർ റേഡിയസിനകത്ത് R = n² h² ε0 ബൈ π
ഇസഡ് ഇ സ്ക്വയർ എം, ആ ഒരു വാല്യൂ നമ്മൾ ടോട്ടൽ എനർജിയുടെ ഇക്വേഷനിലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ഈ ഒരു വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ കിട്ടും മക്കളെ? ഇ എൻ എന്ന് പറയുന്നത് മൈനസ് എം ഇ റൈസ് 4 ഇസഡ് സ്ക്വയർ ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഇനി എന്നിന്റെ വാല്യൂ കൂടുമ്പോഴത്തേക്ക് എന്തുവാ? ടോട്ടൽ എനർജിയും കൂടും. അപ്പൊ ഇതൊരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്നിട്ടും ഇത് കൂടുന്നത് എന്താ വെച്ചാൽ മൈനസ് സൈൻ ഉള്ളതുകൊണ്ടാണ്. അതായത് മൈനസ്, വലിയൊരു മൈനസിന് ചെറിയൊരു കുറഞ്ഞ് വരുമല്ലേ. അപ്പൊ നമ്മൾ എന്തോ ചെയ്യുന്ന എനർജി കൂടിയല്ലേ വരുന്നത്, അതാണ് അങ്ങനെ വരുന്നത്. അപ്പം എൻ വാല്യൂ കൂടുമ്പോഴത്തേക്ക് എനർജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും എപ്പോഴും ഇന്നർ മോസ്റ്റ് ഷെല്ലിന് ഉള്ള ഇലക്ട്രോൺസിനെക്കാളും എനർജി കൂടുതൽ. അപ്പം ഇത്രയാണ് ബോർ റേഡിയസും അത് കണക്ക് തന്നെ ഏതാണ് ടോട്ടൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ. ഓക്കെ.